പാഠം 390. തീർത്തിട്ടും തീരാത്ത ദോഷങ്ങൾ. ഇതുവരെ ചായ ആയില്ലേ? ഇങ്ങനെ ധൃതി പിടിക്കല്ലേ മോഹനട്ടാ. പുതിയ വീട്ടിൽ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിച്ചു വരണ്ടേ? എന്ത് ശീലിക്കാൻ? പഴയ വീട്ടിലായാലും ഈ വീട്ടിലായാലും ചായ ഉണ്ടാക്കുന്നത് ഒരുപോലെയല്ലേ? പാല് തിളയ്ക്കാൻ അവിടെയും ഇവിടെയും ഒരേ ചൂടാണ്. മോഹനട്ടാ വേണ്ടട്ടോ. വെറുതെ രാവിലെ ന്യായം പറയാൻ വരല്ലേ. ഓരോരോ അന്ധവിശ്വാസങ്ങൾ കാരണം പഴയ വീട്ടിൽ നിന്ന് താമസം മാറ്റിട്ട് വന്നു. വില്ലേജ് അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാം ഒരുപോലെയാണ്. രാവിലെ എഴുന്നേക്കുക, പത്രം വായിക്കുക, ചായ കുടിക്കുക, ഉടുപ്പ് മാറുക, വല്ലതൊക്കെ തിന്നുക, കാലം കൂടെ ബാഗ് എടുക്കുക, പിന്നെ വില്ലേജ് ഓഫീസിൽ ഒറ്റ പോക്ക്. ഇത്രയുള്ള കാര്യം. എന്നാ എനിക്ക് അങ്ങനെയല്ല. പുതിയ അടുക്കള, പുതിയ ചുറ്റുപാട്, ഒന്ന് ഇണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോ ഇന്ന് ചായ കിട്ടില്ല ഉറപ്പ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മോഹനട്ടൻ പൂമുഖത്ത് പോയിരുന്ന് ഇന്നത്തെ പത്രം ഒന്നുകൂടെ വായിക്കേ. ബാക്കിയെല്ലാം വായിച്ചു കഴിഞ്ഞെങ്കില് ആ ചരമക്കോളെടുത്ത് ആരൊക്കെ മരിച്ചു നോക്ക്. അതൊക്കെയല്ലേ രാവിലെ ഒരു രസം. ഇല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് നമ്മൾ താമസം മാറ്റുകാരെ 10 പേരോട് പറ. കാര്യം അറിയാതെ ആളുകൾ പഴയ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മെനക്കേടാവില്ലേ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതിന് വില്ലേജ് ഓഫീസർ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയാൽ അത് നാട്ടുകാർ തന്നെ അറിഞ്ഞോളും. പക്ഷെ വക്കീലാരി അങ്ങനെ അല്ല. വക്കീലിന്റെ കാര്യം പിന്നെ എങ്ങനെയാണാവോ? നീ താമസം മാറിയ കാര്യം നാട്ടുകാർ അറിയണമെങ്കിൽ പത്രത്തിൽ കൊടുക്കേണ്ടി വരും. കാരണം നിന്നെ കാണാൻ ആരും വരുന്നില്ലല്ലോ. വീട് മാറിയാലും വില്ലേജ് ഓഫീസറുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. സത്യത്തിൽ പ്രമോഷൻ കിട്ടാൻ മാറേണ്ടത് വീടായിരുന്നില്ല, ഈ സ്വഭാവമായിരുന്നു. പക്ഷെ അത് മാറിയല്ലോ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇനി ഏത് കൊല്ലത്തിട്ട് ആരിടുവോ എന്തോ. കൊള്ളാം, നല്ല റോഡിൽ തന്നെ ഫോൺ റിങ് ചെയ്യുന്നത്. ഇവിടെ തന്നെ. അയ്യോ. ഹലോ ഉത്തമ, ഞാനാ രാമേന്ദ്രൻ. എന്താ രാമേന്ദ്ര, നീ വക്കീലിനെ കാണാൻ പോയില്ലേ? ഞാൻ പറഞ്ഞല്ലേ നേരെ വീട്ടിലോട്ട് ചെല്ലാൻ. ഉത്തമ, ഞാൻ വക്കീലിന്റെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ വീട് പൂട്ടിയിട്ടിരിക്കുക. കൊള്ളാം, നീ ഏത് വീട്ടിലൂടെ കയറി പോയത്? മോഹൻ സാർ വാങ്ങിച്ച വീട്ടില്. രാമേന്ദ്ര, അവരിപ്പോ അവിടെ അല്ല താമസം. ആ സുലൈമാന്റെ ഫർണിച്ചർ കടയുടെ അടുത്ത് ആ ഉൽപ്പലാഷിന്റെ വീട്ടിലോട്ട് താമസം മാറ്റി. അയ്യോ, അതൊന്നില്. രാമേന്ദ്ര, നിനക്ക് നിന്റെ കേസ് വാദിക്കാൻ വക്കീലിനെ കിട്ടിയ പോലെ. വക്കീൽ വീട് മാറി എന്തിനാന്നൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ? മണി ഏതാണ്ട് 9 ആയി. നീ വേഗം ചെന്നാലേ വക്കീലിനെ കാണാൻ പറ്റൂ. ശരി ഉത്തമ. ശരി ശരി. വക്കീൽ വീട് മാറിയതറിയണം പോലും. ഈശ്വര, പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഈ വീട് മാറിയത് പോലും ഓഫീസിലുള്ള ദോഷങ്ങൾ തീർക്കാനായിട്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ എല്ലാം നന്നായി നടക്കണേ. ഈശ്വര, സർവീസുകൾ സർവാർസ്ഥപ്പെടുത്തല. രാവിലെ പ്രാർത്ഥന കുറിച്ച് കൂടിപ്പോയോന്ന് സംശയം. സമയം 9:40 എന്നും 9:38 ഇറങ്ങുന്നത്. ഇപ്പൊ പറഞ്ഞത് നിന്റെ വിവരമില്ലായ്മ. പഴയ വീട്ടിൽ നിന്ന് വില്ലേജ് ഓഫീസിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ എനിക്ക് നടക്കാൻ 18 മിനിറ്റ് മാത്രം മതി. പക്ഷെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് 9 മിനിറ്റ് മാത്രം മതി. അതായത് 9:48 ഇവിടെ നിന്ന് ഇറങ്ങിയാലും മതി. എന്തൊരു കണക്കായത്. മോഹനേട്ടൻ എന്തായാലും സമ്മതിക്കണം. ജീവിതം മുഴുവൻ ഇങ്ങനെ കണക്കുമായിട്ട് നടക്കണമെങ്കിലേ ചില്ലറ കഴിവൊന്നും പോരാ. അങ്ങനെ കണക്കൂട്ടി ജീവിക്കുന്നത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ വെച്ചടി 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 കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണക്കൂട്ടി വെച്ചിരുന്ന പ്രൊമോഷൻ കിട്ടാത്തതിന്റെ പേരിലാണ് പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറേണ്ടി വന്നത്. അക്കാര്യം നീ പറയണ്ട. വീട് മാറിയെങ്കിൽ അതിന്റെ ഗുണവും ഉടനെ കാണാം. ഇന്ന് ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്.
ഇന്നു മുതൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നെന്ന് നീ നോക്കിയോ. ആ അത് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാനും. മിക്കവാറും വീട് മാറിയതുകൊണ്ട് മോഹനേട്ടന് ഒറ്റയടിക്ക് കളക്ടറായി പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദേവ് വിചാരിച്ച നടക്കാത്തോട്ടൊന്നുമില്ലല്ലോ. പരിഹാസം വേണ്ട. നിന്നെ പോലുള്ളവർ കാര്യങ്ങൾ കണ്ടാലേ പഠിക്കൂ. ഈശ്വര, ഇന്നിവിടുന്ന് ആദ്യമായിട്ട് ആഫീസിൽ പോകുമ്പോ ആരെയാണോ ശകുനം കാണുന്നത്? ശകുനം നന്നായാൽ എല്ലാം നന്നായി. മോഹനേട്ടോ, നാട്ടുകാരെ കേക്കണ്ടാട്ടോ ഇമാതിരി വർത്താനം. ആളുകളുടെ മുന്നിൽ സമർത്ഥനായ വിവരമുള്ള വില്ലേജ് ഓഫീസർ എന്നാണ് പേര്. പക്ഷെ ആൾ അന്ധവിശ്വാസത്തിന് ഒരു കൂടാരമാണെന്ന് എനിക്കല്ലേ അറിയൂ. ശകുനം അന്ധവിശ്വാസമല്ല. നമ്മൾ രാവിലെ ആദ്യം കാണുന്ന ആൾക്ക് നമ്മുടെ ആ ദിവസത്തെ സ്വാധീനിക്കാനാവും. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ എല്ലാ ദിവസവും ആദ്യം കാണുന്നത് എന്നെയല്ലേ? ഞാൻ മോഹനേട്ടനെയും എല്ലാ ദിവസവും എന്നെ കാണുന്നോണ്ട് മോഹനേട്ടൻ നല്ലത് മാത്രല്ലേ വരുള്ളൂ. അങ്ങനെയല്ല ശകുനം നോക്കുന്നത്. നമ്മൾ ഒരിടത്ത് പോകാൻ ഇറങ്ങുമ്പോൾ കാണുന്ന പുറത്തുനിന്നുള്ള ആളാണ് ശകുനം. ഈശ്വര, കൊള്ളാവുന്ന ആരെങ്കിലും കാണണേ. ഈശ്വര, രാമേന്ദ്രനോ? ഇവനാണോ ശകുനം? വേണ്ട, അത്തോട്ട് വരണ്ട. നമസ്കാരം സർ. സാർ ഓഫീസിലേക്കായിരിക്കും. അത് ചോദിക്കാനാണോ രാമേന്ദ്രൻ ഇങ്ങോട്ട് വന്നത്? അല്ല സർ, ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. വക്കീലിനെ കാണാൻ രാവിലെ ഇങ്ങോട്ടാണോ കയറി വരുന്നത്? വക്കീൽ ഇവിടെയല്ലേ സർ താമസം? ഉത്തമനെ വിളിച്ചപ്പോ ഇവിടെയാണ് താമസം എന്ന് പറഞ്ഞു. ആഹാ, രാമേന്ദ്രൻ എന്താ രാമേന്ദ്ര? അളിയനുമായിട്ടുള്ള അതിർത്തി തർക്കം വീണ്ടും വഷളായി മേഡം. ഇനിയിപ്പോ കേസ് കൊടുക്കല്ലാതെ വേറെ വഴിയില്ല. ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ രാമേന്ദ്രൻ പറഞ്ഞു സാരമില്ല, ഒന്നുകൂടെ ക്ഷമിക്കാന്ന്. ഏതായാലും രാമേന്ദ്രൻ ഒരു കാര്യം ചെയ്, ഒരു 11:30 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വാ. വക്കാലത്ത് തൊട്ട് അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിയോളാം. ശരി വക്കീലേ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. കഷ്ടം, വിവരമുള്ളൊരു കാര്യം പറഞ്ഞ കേക്കില്ല. 3 മാസം മുന്നേ രാമേന്ദ്രനോട് ഞാൻ പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്യാന്ന്. അപ്പൊ അത് കേട്ടില്ല. രാവിലെ ഞാൻ ഓഫീസിൽ പോയിട്ട് ഇറങ്ങുമ്പോ കൃത്യമായിട്ട് രാമേന്ദ്രൻ കയറി വന്നു. അതൊരു വഴക്കിന് കാര്യം പറയാനായിട്ട്. ഇനി ഇന്നത്തെ ദിവസം എന്റത് പോക്ക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നീ വിവരം അറിയും. അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിളിച്ചാണ് രാമേന്ദ്രൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ കാണാനാണല്ലോ വന്നത്. ഈ രാമേന്ദ്രനെ എനിക്ക് നേരത്തെ അറിയാം. മഹാകളന. അവനെ ശകുനം കണ്ടിട്ട് ഇറങ്ങിയ ലോറി ഇടിച്ചില്ലെങ്കിൽ അത് വലിയ ഭാഗ്യ. എന്റെ മോഹനേട്ടൻ എന്തൊക്കെയാ പറയണത്? മോഹനേട്ടനെ കാണാൻ ആൾക്കാരൊക്കെ വീട്ടിൽ വരാറില്ലേ? അത് ഞാൻ എന്തിനും പറയാറുണ്ടോ? അപ്പൊ എന്നെ കാണാൻ ആരെങ്കിലും ഒക്കെ വന്നിരിക്കും. ദേ, വെറുതെ വഴക്കിന് കാരണം നോക്കാതെ ഓഫീസിൽ പോകാൻ നോക്കിയേ. സമയത്രേ? അയ്യോ, 9:47. ചെല്ല ചെല്ല. ഇതിനുള്ള മറുപടി ഞാൻ തിരിച്ചു പറയാം. ഓ ശരി. അഹങ്കാരി, ഞാൻ ഇറങ്ങുന്നു. ഹലോ, അതെ സത്യഭാമയാണ്. മോഹനേട്ടൻ ഇറങ്ങിയല്ലോ. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ എത്തിക്കാണും. ആ ശരി. ഇത്രയും കാലമായിട്ട് വില്ലേജ് ഓഫീസറുടെ കൃത്യനിഷ്ഠപ്പെട്ടി ഡെപ്യൂട്ടി തഹസിൽദാർക്ക് മനസ്സിലാവാതാണ്. അയ്യോ മോഹനേട്ടാ, ഇതെന്താ പറ്റിയേ? പറഞ്ഞില്ലേ ശകുനം ശകുനം എന്ന് പറയുന്നത് കുട്ടികളിയാണെന്ന്? രാമചന്ദ്രന്റെ മുഖം കണ്ട നിമിഷം ഇന്നത്തെ ദിവസം പോയി. അത് രാമചന്ദ്രൻ കഴിച്ചു. അത് വൈകിട്ട് തിരികെ വരാൻ പറ.
ഷർട്ട് പൊട്ടി തേച്ച വേഗം. ഷർട്ട് കൊണ്ട് വേറെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ത് പറ്റില്ല മോനേട്ടാ? ആകാശം ഇടിഞ്ഞു വീണത്. അയ്യോ, മണി 10:15 കാഞ്ചന സാറേ. മോഹൻ സാർ ഇതുവരെ വന്നില്ലല്ലോ. പുതിയ വീട്ടിൽ താമസം മാറിയല്ലേ ഉള്ളൂ. ചിലപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവത്തുണ്ടെന്ന് ലീവിലായിരിക്കും. മോനേഷ സാർ ലീവ് എടുക്കാനാ? നല്ല കഥയായി. എന്റെ കാഞ്ചന സാറേ, വീട് ഇനിയിപ്പോ അങ്ങോട്ട് ഇടിഞ്ഞു വീണാലും ശരി, മോനേഷ സാർ ലീവ് എടുക്കില്ല. ഞാൻ മോനേഷ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇത്രയും കാലത്തിനിടയ്ക്ക് 10:15 കഴിഞ്ഞ് സാറ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി താലൂക്ക് ഓഫീസിലെങ്ങാനും പോയി കാണോ? ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ വരാൻ വൈകുമെങ്കിൽ സാറ് ഫോൺ ചെയ്ത് പറയേണ്ടതില്ല. ഫോൺ എടുക്ക്. വിളിക്ക. ഹലോ, അതെ ശിശുപാലനാണ് സാർ. ഇല്ല, മോനേഷ് സാർ വന്നിട്ടില്ല. എന്താന്നറിയില്ല. സാറ് വിളിച്ചില്ല. പറയാം സാർ. ശരി സാർ. ഓ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാ. എന്തോ അത്യാവശ്യം പറയാനാ വിളിച്ചത്. മോഹനേഷ് സാർ വന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. മണി 10:15 കഴിഞ്ഞല്ലോ, വില്ലേജ് ഓഫീസർ എവിടെ പോയി കിടക്കുന്നു? അപ്പൊ വീട് മാറിയിട്ട് ആദ്യത്തെ ദിവസമായിട്ട് മോഹനേഷ് സാറിന് കോളായിരിക്കും. ആ, നമ്മളെ എല്ലാ കാര്യത്തിനും ചാടിക്കുന്നല്ലേ, അനുഭവിക്കട്ടെ. എന്തനുഭവിക്കുന്ന കാര്യമാണ്? സ്വയം പ്രഭയോടാണ് ചോദ്യം. അല്ല സാർ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാർ വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. പിന്നെ രാജേന്ദ്ര സാർ ഇത്തിരി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. സാറ് വന്നില്ല എന്ന് പറഞ്ഞപ്പോ 10:15 വില്ലേജ് ഓഫീസർ വന്നില്ലേ എന്നൊരു ചോദ്യവും. സംസാരത്തിൽ ഒരു ഇഷ്ടക്കേടുണ്ട്. ഉണ്ടാവുമല്ലോ. രാവിലെ വീട്ടിൽ ഇറങ്ങാൻ നേരത്ത് ഓരോന്നോരോന്ന് കയറിയല്ലേ. ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ആരാ സാർ കയറി വന്നത്? ഇനി അതറിഞ്ഞിട്ടെന്തിനാ? എന്തോ പ്രശ്നമുണ്ടല്ലോ. രാവിലെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ശകലം കണ്ടിട്ടുണ്ടാവും, അത്ര തന്നെ. ഹലോ, താലൂക്ക് ഓഫീസല്ലേ? ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിനത് കിട്ടുമോ? ഇല്ലേ, ഞാൻ മോഹനേഷനാ, കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ. ശരി, ഞാൻ വിളിച്ചോളാം. രാമേന്ദ്രനെ കാണട്ടെ. മനുഷ്യൻ ഒരു ദിവസം കളഞ്ഞു. ഇനി എന്തൊക്കെ അനുഭവിച്ചാലായി? ഹലോ, ഞാനാണ്. എന്താ മോനേട്ടാ? നിനക്ക് തൃപ്തിയായല്ലോ. എന്താ കാര്യം? രാവിലെ ഐശ്വര്യമായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ ആ കള്ളൻ രാമേന്ദ്രൻ വന്ന് മുഖം കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പ്രശ്നമാണെന്ന്. അത് വഴി നീട്ടാളെ കിട്ടി. ഇപ്പൊ വൈകി വന്നതിന് രാജേന്ദ്ര സാർ വഴക്കൂറായിരിക്ക. മോഹനയുടെ വൈകിതന് രാമേന്ദ്രൻ എന്ത് പഴിച്ചു? നീ ഒന്നും പറയണ്ട. മേലിൽ നിന്നെ കാണാൻ ഒറ്റ വീട്ടിൽ വന്നു വരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വക്കീൽ ഓഫീസ് ഒന്ന് നേടാ. അതല്ല വന്നേ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഇറങ്ങിയതിനു ശേഷം മാത്രം. എന്തൊക്കെയാ മോഹനേട്ട ഈ പറയുന്നേ? ആ രാമചന്ദ്രൻ എന്ന് പറഞ്ഞവനെ വിളിച്ച് പറഞ്ഞേക്ക് എവിടെയെങ്കിലും വെച്ച് എന്റെ കൺമുമ്പിൽ കണ്ടാ പിന്നെ അവന്റെ അവസാനമായിരിക്കും. മനസ്സിലായോ? കഷ്ടം. വില്ലേജ് ഓഫീസർ വിവരക്കേടിന്റെ രാമേന്ദ്രൻ എന്ന് വിളിച്ചു. നമസ്കാരം വക്കീലേ. സുബ്രഹ്മണ്യ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഏത് സുബ്രഹ്മണ്യ സാറ്? ടൗണിൽ പെയിന്റ് കട നടത്തുന്ന സുബ്രഹ്മണ്യ സാർ. ഓ, ആ മഹാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ?
കേസ് വിധിയായിട്ട് മാസം 6 കഴിഞ്ഞു. ഫീസ് ചോദിക്കുമ്പോ നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ പറയുന്നതിനൊരു പരിധി ഇല്ലേ? എവിടെയുണ്ട് ഇപ്പൊ അങ്ങനെ? ഈ പൈസ വക്കീലിന് തരാൻ പറഞ്ഞയച്ചു തന്നെ. ഇതെന്തൂറ്റി ഇങ്ങനെ തോന്നാൻ? എത്ര രൂപയുണ്ട്? 15,000 എന്നാ പറഞ്ഞത്. 20,000 എന്ന് ഞാൻ പറഞ്ഞതാണ്. സാറില്ല, 15,000 എങ്കിൽ 15,000. ഞാനൊരു താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. അപ്പൊ ശരി. എന്റെ ദൈവമേ, കൊള്ളാലോ. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നു. സാറേ സാറേ എന്തെങ്കിലും താമസിച്ച? ഒന്നും പറഞ്ഞോത്തുമാ, ഞാൻ രാവിലെ ആഫീസിലെത്താൻ കുറച്ച് താമസിച്ചു. അതിന്റെ പേരിൽ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറുമായി ഒന്ന് ഉടക്കേണ്ടി വന്നു. അത് കാരണം വൈകിട്ട് താലൂക്ക് ഓഫീസിൽ പോയി പ്രശ്നം പറഞ്ഞു തീർത്തിട്ടാണ് ഈ വരവ്. അയ്യോ, സാർ ആഫീസിലെത്താൻ താമസിച്ച? അതെന്ത് പറ്റി? ഒന്നും പറയണ്ട. രാവിലെ പുതിയ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഓഫീസിലേക്ക് ഇറങ്ങിയതാ. കൊള്ളാവുന്ന ആരെങ്കിലും ശവനം കണ്ടിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ കഷ്ടകാലം എന്റെ പിറകെ നടക്കല്ലേ. രാവിലെ എടുത്ത് വീട്ടിലേക്ക് കയറി വന്നു. അവനെ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇന്നത്തെ ദിവസം പോക്കാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. സത്യം പറയല്ലോ സാറേ, എനിക്ക് ഈ ശകുനത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നേരിട്ട് കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിലരെ കണ്ട അന്നത്തെ ദിവസം പോക്കാണ്, ചിലരെ കണ്ട കൊള്ളാം. ഇതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഭാമ അത് വിശ്വസിക്കില്ല. അവൾ പറയുന്നത് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ്. അതൊക്കെ വക്കീലിന്റെ ശുദ്ധ വിവരക്കേടാണ് സാറേ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ അമേരിക്കയിലുള്ള പൗലോ സാറിന്റെ ഭൂമിയുടെ കച്ചവടത്തിനായി 2 ആഴ്ചയായിട്ട് ഞാൻ നടക്കുക. അതൊന്ന് വിറ്റുകൊടുത്താൽ എനിക്ക് തരക്കേടില്ലാത്ത കമ്മീഷൻ തരപ്പെടുകയും ചെയ്യും. പക്ഷെ സംഭവം നടക്കട്ടെ, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 12 പേരെയാണ് ഞാൻ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചത്. 12 പേരെ? പക്ഷെ വില ഒക്കുന്നില്ലെന്നേ. ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഞാൻ കുളിച്ച് വേഷം മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോ അതാ കേറി വരുന്നു ഒരാള്. ശകുനം കണ്ടത് അവനെയാ. അതുകൊണ്ട് എന്തായി? ബാർ നടത്തുന്ന ഗംഗാധരൻ മുതലാളിയെ പൗലോ സാറിന്റെ സ്ഥലം കാണിച്ച് കച്ചവടം ഉറപ്പിച്ച്. ഉത്തമൻ ഇപ്പൊ ഈ പറഞ്ഞത് ഭാമയോട് പറഞ്ഞു നോക്ക്, അവൾ തർക്കിക്കും. ശകുനം എന്ന് പറയുന്നതേ വിവരക്കേടാണെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി ഇങ്ങനെ പ്രധാനപ്പെട്ട കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് രാമചന്ദ്രനെ വീട്ടിലേക്ക് വിളിച്ച് ശകുനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങൂ. ആരെ? നമ്മുടെ എണ്ണ കച്ചവടം നടത്തുന്ന രാമേന്ദ്രനല്ലേ, അവൻ തന്നെ. സത്യം പറയാലോ സാറേ, രാമേന്ദ്രനെ ശകുനം കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നതേ വക്കീല. രാവിലെ ഒരു കേസുമായിട്ട് അവന്റെ വീട്ടിൽ കയറി വന്നു. സത്യഭാമ വക്കീലിനെ ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരെ നീ വക്കീലിന്റെ വീട്ടിലോട്ട് വിട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന്. അപ്പൊ ഉത്തമനാണോ രാവിലെ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? അതെ സാറേ. സാർ ഇന്ന് ശകുനം കണ്ടത് അവനെ ആയിരുന്നെങ്കിൽ എല്ലാം കൃത്യമായനെ. പക്ഷെ രാമേന്ദ്രൻ വരുന്നതിന് മുമ്പ് സാർ ഇറങ്ങി കാണും. അതാണ് പറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ, ഇനി ഒരു കച്ചവടം കൂടെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ രാമേന്ദ്രൻ കൊണ്ടുവന്ന ഭാഗ്യം തീരുന്നതിന് മുമ്പേ ആ കച്ചവടം കൂടെ ഒന്ന് നടക്കും നോക്കട്ടെ. ശരിയല്ലേ സാറേ? ഓക്കെ. ഉത്തമനും രാമചന്ദ്രനാണോ കണ്ടത്? അപ്പൊ പിന്നെ അതെങ്ങനെ സംഭവിച്ചു? ഭാമേ, മോഹനോട് എന്താ താമസിച്ചത്? എന്ത് പറ്റിയെന്ന്? എന്താ പറ്റിയെന്ന് ഞാൻ ഫോൺ വിളിച്ചോ പറഞ്ഞല്ലേ. അതുകൊണ്ട് വൈകിട്ട് താലൂക്ക് ഓഫീസിൽ പോകേണ്ടി വന്നു പ്രശ്നം തീർക്കാനായിട്ട്. അതൊന്നും സാരില്ല, രാവിലെ താമസിച്ചോണ്ടല്ലേ. ഒരു ദിവസം താമസിച്ചു പോയിന്ന് ഓർത്ത് രാജേന്ദ്രൻ സാർ പിടിച്ച് തിന്നുവൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് സമയത്ത് ചെല്ലുന്നത്. മോഹനേട്ടനാണെങ്കിൽ നേരെ തിരിച്ചു. ഒക്കെ രാമേന്ദ്രന്റെ കണികണ്ഠന്റെ കുഴപ്പാ. അങ്ങനെ പറയില്ലേ മോഹനേട്ടാ. മോഹനേട്ടൻ മാത്രമല്ലോ, ഞാൻ രാമചന്ദ്രനെ തന്നെയല്ലേ കേട്ടത്. എന്നിട്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ഒരു ലോട്ടറി ഇടുകയും ചെയ്തു. ഈ സുബ്രഹ്മണ്യ സാറിന്റെ കേസ് വാദിച്ചയച്ചിട്ട് 6 മാസമായി.
തരാനുള്ള 15,000 രൂപ ഫീസ് ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ എത്രയാണെന്നറിയോ? ചോദിച്ചു മടുത്തപ്പോ ഞാനത് ഉപേക്ഷിച്ചതാ. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായി ആ പൈസ സുബ്രഹ്മണ്യ സാർ ഒരാളുടെ കൊടുത്തുവിട്ടു. രാമേന്ദ്രൻ നല്ല ഒന്നാം തരം ശകുനമാ. നാളെ തൊട്ട് എന്നും അയാളോട് വരാൻ പറഞ്ഞാലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ മോഹനേട്ടാ, രാമേന്ദ്രൻ മോശ ശകുനമാണെങ്കിൽ എനിക്കിങ്ങനെ 15,000 രൂപ കിട്ടി? അത് പറ. അത് ഈ വീട്ടിലേക്ക് താമസമാരുടെ ഗുണ. രാമപ്പണിക്കൽ പറഞ്ഞത് ശരിയായെന്ന് നിനക്ക് മനസ്സിലായല്ലോ. പഴയ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പോ കിട്ടാതിരുന്ന പൈസ ഈ വീട്ടിൽ വന്ന് കയറിയതിന്റെ പിറ്റേ ദിവസം കിട്ടിയില്ലേ? അതാണ് ഈ വീടിന്റെ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ രാജേന്ദ്രൻ സാറിന്റെ വഴക്ക് കേട്ടതോ? പഴയ വീട്ടിൽ താമസിക്കുമ്പോ ഒരിക്കലും ഉണ്ടാകാത്ത പ്രശ്നമാണ് പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം മോഹനേട്ടൻ ഉണ്ടായത്. ഇതാണ് ഈ വീട്ടിന്റെ ഭാഗ്യമെങ്കില് വലിയ താമസമില്ലാതെ മോഹനേട്ടന്റെ ജോലി തന്നെ പോയി. മോഹനേട്ടോ, എനിക്കുണ്ടായ നന്മ വീടിന്റെ ഭാഗ്യം, മോഹനേട്ടനുണ്ടായ ദോഷം രാമേന്ദ്രനെ ശകുനം കണ്ടതുകൊണ്ട്. ഇത് ന്യായമാണോ? എന്റെ സാറേ, ഇതിലൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നടക്കുവോ? അതൊരു വിട്ടുകളാ. ദേ, പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതിന്റെ ഭാഗമായി ഞാൻ നല്ല ഒന്നാം തരം പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോഴേക്ക് ഈ സങ്കടമൊക്കെ മാറും. ഒന്ന് ചിരിക്ക്. എന്നെ ചിരിപ്പിക്കാതെ പോയി പായസം എടുത്തോളൂടെ? ഇതൊരു പ്രധാനപ്പെട്ട തർക്കമാണ്. വീടിന് ദോഷമുള്ളത് കൊണ്ടാണോ രാമചന്ദ്രന്റെ ശകുനം കൊണ്ടാണോ വില്ലേജ് ഓഫീസറുടെ പ്രശ്നങ്ങൾ ഒഴിയാത്തതെന്ന് ജ്യോത്സ്യന്മാരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഒരാളെ ശകുനം കണ്ട പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ശകുനത്തെക്കാൾ പ്രധാനം കയ്യിലിരിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.